അൽഹംദുലില്ലാഹ് 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ ഇഷ്ടം മദീനയന്നിഷ്കും മദീന കൽബിൽ മദീന വന്ന് കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേറും മദീന ആശ ചൊല്ലി മോഹം പാടി വന്നി പാമരൻ ആശിക്കങ്ങൾ ചേർന്നിടാനായി ഇന്നീ ആശ്രിതൻ കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ ആശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീനയന്നിഷ്കും മദീന കൽബിൽ മദീന വന്ന് കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേറും മദീന വഅലൈക ഹുബി യാ റസൂലല്ലാഹ് വഅലൈക ഹുബി യാ ഹബീബല്ലാഹ് വഅലൈക ഹുബി യാ റസൂലല്ലാഹ് ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, അതുപോലെ തന്നെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശംസുൽ ഉലമ ഇസ്ലാമിക സെന്റർ മുരിയാട് ശാഖയുടെ കീഴിൽ നടത്തപ്പെടുന്ന ക്യാമ്പ് സമാപനം കഴിഞ്ഞു. അതുപോലെ തന്നെ കഥാപ്രസംഗം, പല പരിപാടികളും കഴിഞ്ഞ് ഈ വിനീതന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹുബ്ബുർ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് അല്ലാഹു തആല നമ്മയൊക്കെ നമ്മൾ ദുആ ചെയ്യുന്ന ദുആക്ക് പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരുമാറാകട്ടെ. എല്ലാം അറിയുന്ന നാഥൻ നമ്മെ ഈ ലോകത്തിലേക്ക് നമ്മെ അയച്ചത് നമുക്ക് എന്താണ് ഇസ്ലാം എന്ന് അറിയാൻ വേണ്ടി.
അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതിനു വേണ്ടി നമ്മുടെ നേതാവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മിലേക്ക് അയച്ചു. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മിലേക്ക് അയച്ചു. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് തന്നെ മാതൃകയായ മദീനയുടെ മണവാളനെ ഹുബ്ബുൻ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഈ വേദിയിൽ, റസൂലുള്ളാഹിനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ മുഹബ്ബത്ത് വാഴ്ത്തുന്ന ഈ വേദിയിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമുള്ള ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ നമുക്കെത്ര ഭാഗ്യമുള്ളവരാ, പങ്കെടുക്കാൻ കഴിഞ്ഞ നമുക്കെത്ര ഭാഗ്യമുള്ളവരാ എന്റെ ചെറുപ്പക്കാരാ, എന്റെ ഉമ്മ നമുക്കെത്ര ഭാഗ്യമുള്ളവരാ, എന്റെ ഉമ്മ നമുക്കെത്ര ഭാഗ്യമുള്ളവരാ. ആരാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ആരാ എന്റെ ഉമ്മ? ലോകത്തിലെ തന്നെ ജീവിതം പോലെ അച്ചടി പോലെ എന്നാണ് മാതൃകയായ ഹബീബേ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ക്രിസ്താബ്ദം 571 അല്ലാഹുവിന്റെ ഹബീബിന്റെ ജനനം ക്രിസ്താബ്ദം 571 അല്ലാഹുവിന്റെ ഹബീബിന്റെ ജനനം ക്രിസ്താബ്ദം 571 ആമിനയുടെയും അബ്ദുല്ലാഹുവിന്റെയും പൊന്നാര മകനായ മുഹമ്മദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ അത്ഭുതത്തിന്റെ മഹാസാഗരമായിരുന്നു അവിടെ പൊട്ടിപ്പുളർന്നു വന്നത്. അത്ഭുതത്തിന്റെ മഹാസാഗരമായിരുന്നു. എന്റെ ഉമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എന്റെ ചെറുപ്പ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എന്റെ ചെറുപ്പക്കാരാ നിങ്ങളൊന്ന് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിലേക്ക് കടന്നു വരുന്ന സംഭവമാ. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിലേക്ക് കടന്നു വരുന്ന അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിലേക്ക് കടന്നു വരുമ്പോ സവാത്തളാകം പോലും വെച്ച് വരണ്ടോ, കിസ്റ കൈസറിന്റെ കോട്ട പോലും കൊട്ടിത്തെറിച്ച് നാശമായി തകർന്നു വീണു. എന്റെ ഉമ്മ നിങ്ങളൊന്ന് ചിന്തിക്കവേ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലേക്ക് വരുമ്പോഴുള്ള